എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. ത്രില്ലിംഗ് മത്സരമെന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ ഇന്ത്യ സ്കോട്ട്ലൻഡ് മാച്ചായിരുന്നു. 85 റൺസിൽ അവരെ ഓൾ ഔട്ടാക്കി വെറും 6 ഓവറിൽ ഇന്ത്യ അവരുടെ റൺസ് മറികടന്നു. സിക്സുകളുടെ ഒരു മാലപ്പടക്കം തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ബോളുകൾ വന്നതും ബൗണ്ടറി പറക്കുന്നതും സെക്കൻഡുകൾ കൊണ്ടായിരുന്നു. നിലം തൊടാതെയാണ് രാഹുലും രോഹിത്തും പന്തുകളെ പായിച്ചത്. ഒരു നിമിഷം സ്കോട്ട്ലൻഡ് ടീമിനെ കണ്ടപ്പോൾ പലർക്കും പാവം തോന്നി. അതുപോലെ അടിച്ചു പറത്തുകയായിരുന്നു ഇന്ത്യൻ താരങ്ങൾ. അവർക്ക് എന്തായാലും എവിടെയും എത്താൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ടും അവർ വേൾഡ് കപ്പിൽ വന്ന് കളിക്കുന്നു. അതെ, ഇന്നലെ മത്സരശേഷം സ്കോട്ട്ലൻഡ് താരങ്ങൾ ചെയ്ത കാര്യമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ട്രെൻഡിങ് ആവുന്നത്. സാധാരണ ഇതുപോലെ നല്ല ആഘാതത്തിൽ തോറ്റാൽ എതിർ ടീം വലിയ വിഷമത്തോടെ ഗ്രൗണ്ട് വിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറ്. എന്നാൽ ഇന്നലെ സ്കോട്ട്ലൻഡ് താരങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഇന്ത്യൻ താരങ്ങളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നു. അവർക്ക് തോറ്റത്തിലുള്ള വിഷമമല്ല, ഇന്ത്യയെ പോലെ ഒരു വലിയ ടീമുമായി കളിക്കാൻ സാധിച്ചത് തന്നെ അവർക്ക് വലിയ കാര്യമായി തോന്നി. സാധാരണ വേൾഡ് കപ്പിൽ മാത്രമേ ഇതുപോലത്തെ ചെറിയ ടീമുകളുമായിട്ട് ഇന്ത്യ കളിക്കാറുള്ളൂ. അതെ, ഇന്ത്യൻ ടീമിനൊപ്പം കളിച്ചപ്പോൾ അവർക്ക് സന്തോഷമായെന്ന് ചുരുക്കം. രോഹിത്, കോഹ്ലി, ബുംറ, അശ്വിൻ തുടങ്ങിയ താരങ്ങളുമായി ഡ്രസ്സിംഗ് റൂമിൽ വലിയ ആവേശത്തോടെയും സന്തോഷത്തോടെയും കൂടിയാണ് അവർ സംസാരിച്ചത്. ഇതിലും വലിയൊരു മുഹൂർത്തം കിട്ടില്ലെന്ന രീതിയിലാണ് സ്കോട്ട്ലൻഡ് താരങ്ങൾ തിക്കും തിരക്കും കൂട്ടി രോഹിത്, കോഹ്ലി തുടങ്ങിയവരുമായി സംസാരിച്ചത്. എന്തായാലും ഇന്ത്യ ജയിച്ചതോടെ ആരാധകർ ആവേശത്തിലായിരിക്കുകയാണ്. ഇനി ഇന്ത്യ സെമിയിലേക്ക് കയറിയില്ലെങ്കിലും വേൾഡ് കപ്പിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മടങ്ങാം. എന്തായാലും അടുത്ത ന്യൂസിലാൻഡ് അഫ്ഗാനിസ്ഥാൻ മത്സരത്തിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ആ മത്സരത്തിൽ ന്യൂസിലാൻഡ് തോറ്റാൽ ഇന്ത്യക്ക് ഈസിയായിട്ട് സെമിയിലേക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.